ഹലോ വെൽക്കം ഓൾ ഓഫ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ FIUGPക്കാരുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനെ പറ്റി വേണം. അറ്റ്ലീസ്റ്റ് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ എന്നുള്ളതോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിക്കുന്നത് എന്നുള്ളതോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇനി അതല്ല നിങ്ങൾ എക്സാമിൻ്റെ തലേന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇരുന്ന് കാണാനുള്ള സമയമില്ല, അത്രയും വലിയ PDF ഓപ്പൺ ആക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 5 പേജിൻ്റെ ഒരു PDF അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു PDF, അങ്ങനെ 2 PDF പിന്നെ അതേപോലെ തന്നെ ഈ PDF-ലുള്ള ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോയും 30 മിനിറ്റിൻ്റെ ഒരു വീഡിയോയും, ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് ജസ്റ്റ് 49 റുപ്പീസിനാണ്. അപ്പോൾ വേണം, ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്തേക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് അത്രയും സമയമില്ലാതെ പെട്ടെന്ന് തന്നെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ മൊത്തത്തിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കണം, ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ 49 റുപ്പീസിൻ്റെ പാക്കേജ് അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദി 2 കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ, ഏതൊക്കെ ടൈപ്സ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. വെർബൽ ഉണ്ട്, നോൺ വെർബൽ ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റർ പേഴ്സണൽ ഉണ്ട്, ഇൻട്രാ പേഴ്സണൽ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, വെർബൽ ആൻഡ് നോൺ വെർബൽ എന്ന് എഴുതാം. നിങ്ങൾക്ക് അതിൻ്റെ താഴെ എന്ത് ചെയ്യാം, ഇൻ്റർ പേഴ്സണൽ എഴുതാം, ഇൻട്രാ പേഴ്സണൽ എഴുതാം. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത് എഴുതാം. പിന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതായത് നിങ്ങൾ തെറ്റുത്തരം എഴുതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കുറയ്ക്കാൻ പോകണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആയിട്ട് അറിയുന്നത് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഏറ്റവും ആദ്യം എഴുതാൻ വേണ്ടിയിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് കിടക്കുന്ന ആൻസർ ഏതാണോ അത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ താഴെ നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം എഴുതാം. എന്ന് വിചാരിച്ച് 1 മാർക്കിന് സമയം കളഞ്ഞിട്ട് 10 മാർക്കിൻ്റെ എസ്സേ എഴുതാൻ സമയമില്ലാതിരിക്കരുത്. ടൈം മാനേജ്മെൻറ്റും നോക്കണം കേട്ടോ. അപ്പോൾ കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. ഇനി ഏതാണ് 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, അതൊരു എസ്സേ ആണ്, അതും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ ഇതേ പേപ്പറിൽ തന്നെ എന്തായിട്ട് വരുന്നുണ്ട്, എസ്സേ ആയിട്ട് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതൊക്കെയാണ് എന്നുള്ളത്, ലിസണിങ്, പിന്നെ അതേപോലെ റൈറ്റിംഗ്, റീഡിംഗ് ഒക്കെ അല്ലേ, സ്പീക്കിംഗ് ഒക്കെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി ബൈലിംഗ്വലിസം എന്താണ്? 2 ലാംഗ്വേജസ് അല്ലേ. ബൈ എന്ന് വെച്ചാൽ എന്താണ്, 2 എന്നാണ് അർത്ഥം. ഇപ്പോൾ ബൈലിംഗ്വലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ലാംഗ്വേജ് എന്നുള്ള അർത്ഥത്തിലാണ്, 2 ലാംഗ്വേജ് അറിയുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഇനി എന്താണ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്താണ് എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്, സ്പെല്ലിംഗ് ട്രാപ്പ്. ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് 3ഉം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഏതാണോ അതിൻ്റെ ഏത് ക്വസ്റ്റ്യൻ ആണോ വരുന്നത് അതിനനുസരിച്ചിട്ട് എഴുതുക. ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി ഫുൾ ഫോം ഓഫ് LCL ആണ്. അത് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, ഔട്ടാക്കാനുള്ള ചാൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാർക്കും അത് ഔട്ടാക്കിയിട്ടുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് കേട്ടോ, ഇംഗ്ലീഷ് ഫോർ ഇതിൻ്റെ ഫുൾ ഫോം നമുക്ക് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ലഭിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജീസ് അല്ലെങ്കിൽ ടെക്നോളജീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള LCLൻ്റെ ഫുൾ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഫിഷിംഗ് എന്താണ് എന്നുള്ളതും ഏതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ മാത്രമായിട്ട് കണ്ടിട്ട് ഏതൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം നമ്മൾ അത്രയും ചുരുക്കിയിട്ടാണ് പറയണത്, ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. ഓക്കെ, ഇനി ഡിങ് ഡോങ് തിയറി, ബോബോ തിയറി, ഇങ്ങനെ കുറേ തിയറീസ് നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിങ് ഡോങ് തിയറി എന്താണ്? ജസ്റ്റ് നമ്മുടെ നേച്ചറിൽ നിന്നാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചത്, അല്ലെങ്കിൽ നേച്ചറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഭാഷകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്, ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള ഒരു തിയറിയാണ് എന്തെന്ന് പറയുന്നത്, ഡിങ് ഡോങ് തിയറി എന്ന് പറയുന്നത്. പിന്നെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മാത്സിൽ ആ സാധനം തന്നെ. ഡയഗണൽ എന്ന് പറയുമ്പം അതായത് ഇപ്പം മാനേജർ ടു
മാനേജർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സ്റ്റാഫ് ടു സ്റ്റാഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതല്ല മാനേജർ ടു സ്റ്റാഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സ്റ്റാഫ് ടു മാനേജർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ എന്താണെന്നുള്ള ആ ഒരു ഡിഫിക്കൽട്ട് സാധനമാണല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ വരും. പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല, വളരെ സിമ്പിളാണ്. അപ്പം പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ പറയണ സമയത്ത് ഇത് ക്ലാസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ആക്റ്റീവ് അപ്പോൾ ഡയഗണൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റ് ഇല്ലാതെ ഇപ്പോൾ സ്റ്റാഫ് ആണെങ്കിൽ മാനേജറിൻ്റെ അടുത്തായാലും മാനേജർ സ്റ്റാഫിൻ്റെ അടുത്തായാലും അങ്ങനെ ഒരു ഈക്വൽ ഹൊറിസോണ്ടൽ ലെവലിലല്ല വരണത് എന്നുള്ളതും അപ്വാർഡും ഡൗൺവാർഡും ഒന്നും അല്ല എന്നുള്ളതുമാണ് ഡയഗണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പീഡ് റീഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് വേസ്, ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സ്കാനിങ്ങും സ്കിമ്മിങ്ങും നമ്മുടെ ക്ലാസ് കണ്ട് പഠിച്ചവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 വേർഡ്സ് ആണ് അല്ലേ, സ്കാനിങ് ആയാലും സ്കിമ്മിങ് ആയാലും. അപ്പോൾ അതും പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്. അതിൻ്റെ മുന്നേ തന്നെ സെൽഫ് റെക്കോർഡിങ് എന്തിനൊക്കെ സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സൗണ്ട് നമ്മൾ തന്നെ കേൾക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ മിസ്റ്റേക്സ് ഏതൊക്കെയാണ്, എവിടേക്കാണ് നമുക്ക് പാളി പോകണത്, എവിടേക്കാണ് നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ആക്കാനുള്ളത്, അല്ലെങ്കിൽ സൗണ്ടിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ടോ, ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മൾ തന്നെ സെൽഫ് റെക്കോർഡ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പോയിൻറ്റ്സ് നമ്മുടെ PDF ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 14th വൺ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ് ഏതൊക്കെ ടൈപ്സ് ഓഡിയൻസ് ആണ് ഉള്ളത് നമുക്കറിയാം അല്ലേ. പൊതുവേ നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷന് വലിയ ടച്ച് ഇല്ലെങ്കിലും ഓഡിയൻസ് ഏതൊക്കെ ടൈപ്സാണ് നമുക്കറിയാമല്ലോ. സപ്പോർട്ടീവ് ആയിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ സപ്പോർട്ടീവ് അല്ലാത്തവരുണ്ടാവും. ഇനി നമ്മൾ എന്തെങ്കിലും പ്രസംഗം പറയുന്ന സമയത്ത് പ്രൂഫ് വെച്ച് കാണിച്ച് വിശദീകരിച്ച് അത്രയും തെളിവ് കൊടുക്കുന്ന ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്ന് പറയാം നമ്മൾ അല്ലേ. പഠിച്ചതാണിതെല്ലാം, അതാണ് ഇത്ര സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോണത്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് അതൊന്നും കാണാതെ ഈ വീഡിയോ മാത്രമായിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി PDF ഫയൽ ഫോർമാറ്റ് ഏതാണ്, PDF ഫയൽ ഫോർമാറ്റും അതേപോലെ തന്നെ JPG എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. MP3 MP4 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ നമ്മൾ. ഇനി ഹൂ ഈസ് നെറ്റിസൺ എന്താണെന്നുള്ളത് കഴിഞ്ഞ ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് സ്റ്റുഡൻസ് ഒന്ന് സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു. അതായത് സിറ്റീസൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നെറ്റിസൺ എന്താണെന്നുള്ളത്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നെറ്റിസണും അതേപോലെ തന്നെ സിറ്റീസനും ചിലപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. ഇനി കമ്മ്യൂണിക്കേഷൻ എഡിക്വേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മര്യാദകൾ അല്ലേ. എന്തൊക്കെ ടൈപ്പ് മര്യാദകളാണ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പോൾ കാറി പൊളിക്കുന്നുണ്ടാവും, പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മളൊരു പൊതുസ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാത്ത ഫോർമൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വോളിയം കുറച്ച് അല്ലെങ്കിൽ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തൊക്കെ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സാണ്. അതെന്ത് ചെയ്യാം, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതാണ് വാട്ട് ആർ ദി ടെക്നിക്സ് ദാറ്റ് വിൽ ഇംപ്രൂവ് റീഡിങ് സ്കിൽസ്. വായനാശീലം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം, എന്നും വായിക്കണം, ഡെയിലി വായിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി റീഡിംഗ് ആണ് ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ ഇനിയിപ്പോൾ പ്രയാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലാസ്സസ് കണ്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ കുറേ അധികം ആപ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റീഡിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളതും അതിൽ ആ ഒരു 18th ക്വസ്റ്റ്യനിൽ ആഡ് ആക്കാം. ഓക്കെ, ഹൗ ക്യാൻ യു ഓവർകം ഇൻഹിബിഷൻസ് വിത്ത് റിഗാർഡ് ടു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ നമുക്ക് ഉണ്ടാവണം. നമ്മൾ പലരും വീടിനകത്ത് നല്ലപോലെ സംസാരിക്കും, പക്ഷേ ഒരു പൊതുയോഗത്തിൽ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ മുന്നിൽ വരുമ്പോഴത്തേനും ഭയങ്കര നെർവസ് ആയി പോകുന്നത്, അപ്പോൾ സ്ട്രെസ്ഫുൾ ആയി പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മുടെ മിററിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പോയിട്ട് ആ ഒരു സദസ്സിൽ പോയിട്ട് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കാം, നമ്മുടെ തന്നെ സെൽഫ് റെക്കോർഡിങ് നടത്താം അല്ലേ. സെൽഫ് റെക്കോർഡിങ് ഇതിലും വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് അതിൻ്റെ മാത്രം ആൻസർ എന്ന് പറഞ്ഞൊരിക്കലും പഠിക്കരുത്, അത് കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും മറ്റേതിലത്തെ ആൻസറിൻ്റെ ബാക്കിയും എടുത്ത് എഴുതാം എന്നുള്ള രീതിക്ക് വേണം നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വാട്ട് ആർ ദി വേരിയസ് ഓൺലൈൻ റിസോഴ്സസ് ഫോർ ഇംപ്രൂവിങ് പ്രൊനൗൺസിയേഷൻ. ഇത് ആപ്പുകളാണ്. ഇത് നിങ്ങളുടെ PDF ഞാനിപ്പോൾ പറഞ്ഞ PDF ആഡ് ആക്കിയിട്ടില്ല, അതും കൂടി ആഡ് ആക്കിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ആപ്സ് മാത്രം എന്ത് ചെയ്യാം, ഡോലിംഗോ, റൊസറ്റ എന്ന് പറയുന്ന ആപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന ആ ആപ്സ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രമായിട്ടുള്ള ജസ്റ്റ് ഒരു 1 പേജിൻ്റെ PDF കൂടി നമ്മൾ അതിൽ ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്റിംഗ് ടെക്നോളജീസ്, അതും നമ്മൾ പഠിച്ചതാണ്. ഓഫ്സെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ
പ്രിൻറ്റിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. ഓക്കെ, എവിടെയാണ് നമ്മുടെ റീഡിങ്ങിൻ്റെ സമയത്ത് റൈറ്റിങ്ങിൻ്റെ സമയത്ത് എവിടെയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത് ഉത്ഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ മെസപ്പൊട്ടാമിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഇതിലും കൂടിയും ആഡ് ചെയ്യുക. പ്രിൻറ്റിങ് ആയാലും റീഡിങ് റൈറ്റിങ് ഇതെല്ലാം പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് 5 മാർക്ക് ആണല്ലോ, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് വേണം. അപ്പോൾ പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് പോകാം. അതാണ് പറയുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് പഠിക്കരുത്. അതുകൊണ്ടാണ് ഞാനിതിൽ മെയിനായിട്ടും ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കരുത്, ഇൻ്റർ കണക്ട് ചെയ്തിട്ട് പഠിച്ചു പോവാം കേട്ടോ. ഇനി ഇമോജീസും ഇമോട്ടിക്കോൺസും കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണത് എന്നുള്ളത് മെയിനായിട്ടും എന്താണ്, നമുക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവും. നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു അതെന്താ അങ്ങനെ എന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കത് ഏത് ടോണിൽ വേണമെങ്കിലും വായിക്കാം. ചിലപ്പോൾ ഒരു അടി ഉണ്ടാവാൻ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് മതിയല്ലേ. അപ്പോൾ ആ ഒരു അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇമോജീസ് അല്ലെങ്കിൽ ഇമോട്ടിക്കോൺസ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഈ കീബോർഡ്സിൽ വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതായത് ഇമോജീസ് അല്ലാതെ കീബോർഡിൻ്റെ ഈ സ്പേസും അതേപോലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്തുണ്ടാവും, ഇമോജീസ് പോലെയുള്ള സാധനങ്ങളുണ്ടാവും നമുക്ക് ഈ കമ്പ്യൂട്ടറിലൊക്കെ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇമോട്ടിക്കോൺസ് എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഫിഗർ ഒന്ന് ജസ്റ്റ് ആഡ് ആക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും കാണും ഇമോട്ടിക്കോൺസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇമോട്ടിക്കോൺസ്. അപ്പോൾ ഇതൊക്കെ എന്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ സമയത്ത് എന്താണ് തോന്നുന്നത് എന്ന് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും അവർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ സഹായിക്കുന്നത്. നമ്മുടെ ഇമോജീസ് ആയാലും ഇമോട്ടിക്കോൺസ് ആയാലും ഒക്കെ സഹായിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും തുറന്ന് പറയാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കർ അയച്ചിട്ടോ അല്ലെങ്കിൽ ഇമോജീസ് അയച്ചിട്ടോ നമ്മൾ അതെന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഇമോജീസും ഇമോട്ടിക്കോൺസും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്നും പറയാം. പിന്നെ ഇതേപോലെ ഇനി എന്താണ്, വേരിയസ് ഓൺലൈൻ റിസോഴ്സസ് ഇംപ്രൂവിങ് പ്രൊനൗൺസിയേഷൻ പറഞ്ഞു, നമ്മൾ പ്രിൻറ്റിംഗ് ടെക്നോളജീസ് പറഞ്ഞു, പിന്നെ എന്താണ് ഇമോജീസും ഇമോട്ടിക്കോൺസും. ഓക്കെ, ഇനി നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ 23rd ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 23rd ആയാലും 24th ആയാലും ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതൊക്കെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റീഡിങ് റൈറ്റിങ് സ്പീക്കിംഗ് ലിസണിങ്. ഓക്കെ, അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ടൈപ്സ് റീഡിംഗ് ഉണ്ട്, എന്തൊക്കെ ലിസണിങ്ങിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്, റൈറ്റിങ്ങിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഈ ഒരു എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ വാരി ചെയ്യുന്ന ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ടെക്നോളജീസ് എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് 23rd ക്വസ്റ്റ്യൻ. 24th ക്വസ്റ്റ്യനിൽ വേരിയസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതൊക്കെയാണ്, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ആൻസർ എഴുതാം. അതായത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ വേരിയസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 4 എഴുതാം, 4 ഡിഫൈൻ ചെയ്യാം, 4 ടൈപ്സ് എഴുതാം, 4 പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്നോളജീസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നോളജീസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതാം. ഇനി അതല്ല നിങ്ങളുടെ 23rd ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതേ ഓർഡർ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന്. ഓരോ ഹെഡിങ്ങിൻ്റെ താഴെ പഠിക്കുക, ഓരോ ക്വസ്റ്റ്യൻ്റെ താഴെ പഠിക്കാതെ ഓരോ ഹെഡിങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഇപ്പോൾ എത്ര മാർക്സാണ്, 10 മാർക്സ് പ്ലസ് 1 മാർക്കിൻ്റെയും 2 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ താഴെ വരുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സ്കാനിങ് സ്കിമ്മിങ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഈ PDF-ഉം നമ്മുടെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 30 മിനിറ്റിൻ്റെ മാത്രമുള്ളൊരു വീഡിയോയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം പറയുന്ന 30 മിനിറ്റിൻ്റെ മാത്രമുള്ള ഒരു വീഡിയോയും കൂടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അതെല്ലാം നമ്മളോട് കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.